നമസ്കാരം. കലാരവം ഇന്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശശികല ശശികുമാർ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അനാട്ടമി പ്രൊഫസറായ ഡോക്ടർ സതീദേവിയാണ്. ഡോക്ടറുടെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പം നമുക്ക് ഡോക്ടറോട് തന്നെ ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറും ഹെഡുമാണ്. അതെ. സാധാരണ ജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഡോക്ടറെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ബോഡി ഡൊണേഷനെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ബോഡി ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരദാനമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം, മൃതശരീരം, ഡെഡ് ബോഡി, അത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജുകൾക്ക് ദാനം ചെയ്യുന്നു. ആ ബോഡി ഉപയോഗിച്ച് കുട്ടികൾ അനാട്ടമി പഠിക്കുന്നു. അതിനാണ് ഈ ശരീരദാനം അല്ലെങ്കിൽ ബോഡി ഡൊണേഷൻ ചെയ്യുന്നത്. ഈ ശരീരദാനം ചെയ്യുന്നുണ്ടോ സാധാരണ? അതായത് മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ശരീരം വേണം. അപ്പം അതിന് തക്കതായിട്ടുള്ള ശരീരം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ടോട്ടൽ നമ്പർ ഇന്നലെ വൈകുന്നേരം വരേക്ക് ബോഡി ഡൊണേഷന് രജിസ്റ്റർ ചെയ്തവരുടെ നമ്പർ നോക്കിയാൽ 2719 പേര് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ മാത്രം. അത് ഒരു വലിയ കാര്യമാണ്. 2719 പേര് ഇതുവരെ. കോളേജ് തുടങ്ങി അന്ന് തൊട്ടുള്ള കണക്കാണ് കേട്ടോ. കോളേജ് 1982 തുടങ്ങി, 83 തൊട്ടാണ് ഈ ബോഡി ഡൊണേഷനിൽ രജിസ്ട്രേഷൻ തുടങ്ങിയത്. കാരണം ബോഡി ഇല്ലാണ്ട് നമുക്ക് അനാട്ടമി പഠിക്കാൻ പറ്റില്ല. ബേസിക് സബ്ജക്റ്റ്, ഫൗണ്ടേഷൻ സബ്ജക്റ്റാണ് അനാട്ടമി എന്ന് പറയുന്നത്. അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ബോഡി, മൃതശരീരത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് ഇതുപോലെ കീറി മുറിച്ച് ഓരോ അവയവങ്ങളായിട്ട് അവർ പഠിക്കുന്നു. അതിന് ബോഡി ഇല്ലാണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. ബോഡിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമുള്ള സംഭവം. ഇതിന് നമ്മൾ വെറുതെ ബോഡി എന്നോ കെഡാവർ എന്നോ ഒന്നും പറഞ്ഞ് നമ്മൾക്ക് അതിനെ വില കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഈ വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് ടീച്ചറാണ് ഈ മൃതശരീരം എന്ന് പറയുന്ന നമ്മുടെ ശരീരം. കാരണം അത് കൊടുക്കുന്ന ആ പഠന സാധ്യതകൾ ഒരു ടീച്ചർക്കും കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായിണ്ടോ? പിന്നെ അതൊരു പാഠപുസ്തകമാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോഴേ അറിയുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക ആ ഒരു ബോഡിയിൽ നിന്ന്, ആ ഒരു മൃതശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ആ ടീച്ചർ എന്തുമാത്രം രഹസ്യങ്ങളാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പഠിക്കുമ്പോഴേക്കും ഓരോന്നോരോന്നായി ഇങ്ങനെ ഇത് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഡെഡ് ബോഡി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ദാനം എന്ന് പറയുന്നത് ഒരു മഹാദാനമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാനമാണ് ഈ ശരീരദാനം എന്ന് പറയുന്നത്. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്തവരുടെ നമ്പറാണ് ഞാൻ പറഞ്ഞത്. 2719 പേരാണ് ഇന്നലെ വരേക്ക് രജിസ്റ്റർ ചെയ്തത്. ഈ രജിസ്റ്റർ ചെയ്തവർ മരിക്കുമ്പോൾ അവരുടെ വീട്ടുകാര് ബോഡി നമുക്ക് കൊണ്ടുവന്നു തരും. അപ്പൊ ഇത് ഈ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡി കിട്ടുകയാണെങ്കിൽ ഇപ്പൊ മുഴുവനും ഇതുപോലെ തന്നെ തന്നെ ആയിരിക്കുമോ? അല്ലാണ്ട് നിങ്ങൾക്ക് ബോഡി വേറെ ഇല്ല. ഇതിപ്പോ ഈ രജിസ്റ്റർ ചെയ്തവരുടെ ഗ്രൂപ്പിനെ നമ്മൾ പറയാ വോളണ്ടറി ഡോണേഴ്സ് എന്നാണ്. എന്ന് പറയുക സ്വന്തം വില്ലിങ്നെസ്, സ്വന്തം ഇഷ്ടപ്രകാരം, സമ്മതപ്രകാരം, വീട്ടുകാരുടെ ഫാമിലിയുടെയും സമ്മതപ്രകാരം മരണശേഷം മെഡിക്കൽ കോളേജിന് ബോഡി ദാനം ചെയ്യാനായിട്ട് വോളണ്ടറി ഡോണേഴ്സ്. ഇതല്ലാതെ നമുക്ക് കിട്ടാനുള്ള മാർഗങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ, നമ്മുടെ കോളേജിന്റെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി കൂട്ടിരിപ്പുകാരില്ലാതെ, ബൈസ്റ്റാൻഡേഴ്സ്, ബന്ധുക്കളോ ആരും വീട്ടുകാരോ ഒന്നുമില്ലാതെ മരിച്ചുപോയവരുടെ ബോഡി നമുക്ക് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് തരും. അതുപോലെ തന്നെ ബന്ധുക്കൾ ഇല്ലാത്തതുപോലെ തന്നെ അൺനോൺ ആയിട്ടുള്ള ബോഡീസും കിട്ടും. അതായത് എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് എന്തെങ്കിലും കസമായിട്ട് ആരെങ്കിലും ഒക്കെ കൊണ്ടുവിട്ടിട്ട് പോയിണ്ടാവും ഓരോ പേഷ്യൻസിന്. അൺനോൺ എന്ന് പറയും നമ്മൾ. അവരുടെ വേറെ റൂട്ട്സ് ഒന്നും അറിയില്ല, ഒരു രേഖകളും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള 2 സോഴ്സും കൂടി ഉണ്ട് നമുക്ക്. ആരും ബന്ധുക്കളൊന്നും ഇല്ലാതെ മരിച്ചവരും, അൺക്ലെയിംഡ് ബോഡീസ് പറയും. അത് ക്ലെയിം ചെയ്യാൻ ആരുമില്ല, അവരുടെ ബോഡി മരിച്ചത് ക്ലെയിം ചെയ്യാൻ ആരുമില്ല. അതുപോലെ തന്നെ അൺനോൺ ബോഡീസ്, അവർ ആരാണെന്ന് തന്നെ അറിയാത്ത ബോഡികൾ. അങ്ങനെ ഈ 2 ബോഡികളും കൂടി നമുക്ക് സോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ബോഡി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം വരെ വെയിറ്റ് ചെയ്യും? അത് ചിലപ്പോൾ ബന്ധുക്കൾ വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് ഉണ്ടാവും. ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ ഇങ്ങനെയുള്ള അൺക്ലെയിംഡ് ബോഡീസും അൺനോൺ ബോഡീസും അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൺസേൺ
പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വേണ്ട നടപടിക്രമങ്ങൾ, ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതുപോലെ തന്നെ നമ്മൾ സൂപ്രണ്ട് ഈ പറഞ്ഞ പോലെ പത്രങ്ങളിൽ, പ്രമുഖ പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആരെങ്കിലും അറിയാനായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചോദിച്ചു. ആരും ഒന്നും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് NOC കിട്ടും, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനിയിപ്പോൾ ആരും വരാനില്ല, ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥം ഇല്ല. ബോഡി നമുക്ക് ഒരുപാട് കാലം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുവരെ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഈ ബോഡി സൂക്ഷിക്കും. ഹോസ്പിറ്റൽ മോർച്ചറി കോൾഡ് സ്റ്റോറേജിൽ, ഫ്രീസറിൽ സൂക്ഷിക്കും. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് NOC കിട്ടിക്കഴിഞ്ഞാൽ ഈ സൂപ്രണ്ട് അനാട്ടമി HODക്ക് ഒരു ലെറ്റർ തരും. ഇന്ന ബോഡികൾ ഇവിടെ ഉണ്ട്, അൺക്ലെയിംഡ് ബോഡീസ്, അൺനോൺ ബോഡീസ് NOC പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് പഠന ആവശ്യത്തിന് ഈ ബോഡി വേണമെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഒഫീഷ്യൽ പ്രൊസീഡിങ്സ് അനാട്ടമി HODക്ക് കിട്ടും. അനാട്ടമി HOD പോയിട്ട് നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെയും PGs റെസിഡൻസിനെയും ഒക്കെ വിട്ട് ആ ബോഡിയുടെ ഫിറ്റ്നസ് നോക്കാന്ന് പറയും. ആ ബോഡി നമുക്ക് പഠനയോഗ്യമാണോ എന്ന് നോക്കും. അപ്പം ചിലപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ അഴുകാൻ തുടങ്ങിയ ബോഡി ആയിരിക്കാം, ചിലപ്പം ചില അസുഖങ്ങൾ വളരെയധികം ബോഡിയെ ബാധിച്ച് അഴുകാനുള്ള സാധ്യത നമുക്ക് കിട്ടിയ ഉടനെ തന്നെ സാധ്യത കൂടുതലുള്ള ബോഡി ആയിരിക്കാം. ചിലപ്പോൾ പകർച്ചവ്യാധികളുള്ള ബോഡികളായിരിക്കാം, കോവിഡ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, H1N1 അങ്ങനത്തെ കുറേ, ഈ TB തന്നെ ഭയങ്കര കൂടിയ ടൈപ്പ്, അങ്ങനത്തെ ഒക്കെ പല പകരാൻ സാധ്യതയുള്ളത്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കും പകരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ പിടിച്ച് മരിച്ചവരാണെങ്കിൽ നമ്മൾ പറയും ബോഡി ഈസ് നോട്ട് ഫിറ്റ് ഫോർ അവർ അനാട്ടമി ടീച്ചിങ് പർപ്പസ്. അപ്പോൾ അങ്ങനെയുള്ള ബോഡി നമ്മൾ അൺഫിറ്റാന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. ഫിറ്റാണ് ബോഡി, നമുക്ക് പഠനയോഗ്യമാണ്, നമുക്ക് എടുത്ത് പഠിപ്പിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ഫിറ്റാണ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ആയിട്ട് നമ്മൾ സൂപ്രണ്ടിന് കത്തെഴുതും, മറുപടി കത്തെഴുതും. ഫിറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത പ്രൊസീഡിങ്സ് ബോഡി അനാട്ടമിക്ക് കൈമാറുന്നതായിട്ടുള്ള രേഖകൾ കാണിക്കും. ഇതെല്ലാം ഡോക്യുമെന്റേഷൻ വളരെ പെർഫെക്റ്റായി ചെയ്യണം, ഈ പ്രൊസീഡിങ്സ് എല്ലാം. അപ്പോൾ നമ്മൾ പോയിട്ട് ബോഡി എടുത്തുകൊണ്ട് വരും, നമ്മളത് എംബാം ചെയ്ത് നമ്മളത് പഠനത്തിനായിട്ട് യൂസ് ചെയ്യും. അല്ലാത്ത ബോഡി, അൺഫിറ്റായ ബോഡി നമ്മൾ പറയും ബറി ചെയ്തോളം പറയും, നമുക്ക് പറ്റൂല, ഉപയോഗിക്കാൻ പറ്റൂല, അപ്പോൾ അവരത് ബറി ചെയ്യും. അപ്പോൾ ഈ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബോഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കൽ കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി എന്താ ചെയ്യുക? പഠിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ MBBS ബാച്ച് എടുക്കാം, 175 പിള്ളേരാണ്, സ്റ്റുഡൻസ് ആണ്. അങ്ങനെ നമുക്ക് 17 ബോഡിയാണ് ഈ കുട്ടികൾക്ക് എടുത്ത്, 17-18 ബോഡി അങ്ങനെ വെച്ചാൽ ഇപ്പോൾ 10 കുട്ടികൾക്ക് ഒരു ബോഡിയെങ്കിലും വേണമെന്നാണ് ഇപ്പോൾ പുതിയ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ റെഗുലേഷൻസ് പ്രകാരം. നമ്മൾ 17 ബോഡി എടുത്തു, 175 പിള്ളേർക്ക് 17 ബോഡി എടുത്തു. ഈ കുട്ടികൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ ഈ കോഴ്സ് ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്ക് അവർ ഫുൾ ബോഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോ ഭാഗമായിട്ട് കൈ രണ്ടും പഠിക്കും ആദ്യം, അപ്പോൾ കൈ റിമൂവ് ചെയ്യും, കാൽ രണ്ടും പഠിക്കും, കാൽ റിമൂവ് ചെയ്യും, അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് പഠിക്കുക. അതിനനുസരിച്ച് ആ ഭാഗങ്ങൾ റിമൂവ് ചെയ്ത് പോകും. ഇത് നമ്മൾ ഓരോ പോർഷൻ കഴിയണതനുസരിച്ച് നമുക്കൊരു ബറിയൽ ഗ്രൗണ്ട് ഉണ്ട്. ഏത് മെഡിക്കൽ കോളേജിലാണെങ്കിലും സ്വന്തമായി അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബറിയൽ ഗ്രൗണ്ട് വേണമെന്നുള്ളത് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾക്ക് ബറിയൽ ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മൾ ഈ ബാക്കി വന്ന ബോഡി പാർട്സ് ബറി ചെയ്യും. അത് മറവ് ചെയ്യും, ഇല്ല കുഴിച്ചിടും. അത് മണലാണ്, അത് അതിലടിയിൽ മണലാണ്. അപ്പോൾ ആ മണലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുഴിച്ചു. അതിൽ നിന്ന് പിന്നെ ബോൺസ് എടുത്ത് വീണ്ടും പഠിക്കാനാണ്. അത് ചിലപ്പോൾ നമ്മളുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ചിട്ട് നല്ല വർക്ക് ലോഡ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ക്ലീനേഴ്സിനെ വെച്ച് നല്ല ബോൺസ് ഒക്കെ സെലക്ട് ചെയ്ത് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിലിപ്പോ ഫീമെയിലും മെയിലും വേണല്ലോ. അപ്പൊ ഫീമെയിൽസും ഇതുപോലെ വരുന്നുണ്ട്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യ കാലങ്ങളിലൊന്നും ഫീമെയിൽസ് അധികം ഡൊണേഷന് മുന്നിട്ട് വന്നിരുന്നില്ല. ഇപ്പോഴായി പിന്നെ ലേഡീസ് ഒരുപാട് പേര് ബോഡി ഡൊണേഷൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ബോഡീസ് എല്ലാവർക്കും അതൊരു പുണ്യകർമ്മമാണെന്നും ഒരു മഹത്തായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നുള്ളൊരു അവയർനെസ് എങ്ങനെയൊക്കെയോ ആളുകൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ പല ബോഡി അവയർനെസ് പ്രോഗ്രാം കൊണ്ടും ആയിരിക്കാം, പിന്നെ കൊടുത്തവരിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ പല രീതിയിൽ അവർക്കിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിരിക്കാം. പിന്നെ കുറേ പേർക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, കൊടുക്കുന്നൊരു നല്ല കർമ്മം ചെയ്യാം. കുട്ടികൾ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പലരും വരുന്നത്. എന്നെ കൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ഇങ്ങനൊരു വലിയൊരു കർമ്മം ചെയ്യാൻ പറ്റുമല്ലോ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പുതിയ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു നല്ല കാര്യം ചെയ്യാൻ മരിച്ചാലും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്.
അല്ലെ അവർക്ക് അവരുടെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അവരുടെ ആത്മാക്കളുടെ മുന്നിലും അവരുടെ വീട്ടുകാരുടെ മുന്നിലും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇങ്ങനെ ബോഡിയൊക്കെ കിട്ടും, അതല്ലെങ്കിൽ ഡോക്ടർ പഠിക്കുന്നതിന് മുൻപ് ഈ ഒരു മേഖല ആയിരിക്കും ഡോക്ടറുടെ എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലുണ്ടായിരുന്നോ? ഇപ്പൊ MBBS ചേരുമ്പോ ഒരു ഡോക്ടർ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വതവേ ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോ നമ്മള് പ്രാക്ടീസ് ചെയ്യാ, അങ്ങനെ ഇന്നൊരു ഇത് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഡോക്ടർ ഇങ്ങനെ തന്നെയാണോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പഠിപ്പിക്കണം അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ആക്ച്വലി 1993 ഞാൻ 1987 തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത ബാച്ചാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് നെക്സ്റ്റ് ആ ഇയർ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 7th ബാച്ച് എന്ന് പറയും, 7ാമത്തെ ബാച്ചാണ്. നമ്മൾ ജോയിൻ ചെയ്ത് പിന്നെ 93 പാസ് ഔട്ടായി. 94 ഹൗസ് സർജൻസി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ മലപ്പുറത്ത് പോയിട്ട് പ്രൈവറ്റ് പ്രാക്ടീസാണ് ചെയ്തിരുന്നത്. ആ 94 കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ പിന്നെ മലപ്പുറത്താണ് പ്രാക്ടീസ് ചെയ്തത്. 96 അനാട്ടമി ലെക്ചറായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി വരികയാണ് ചെയ്യുന്നത്. ആ ഇടയ്ക്കുള്ള കാലയളവിൽ ഫുൾ പ്രാക്ടീസ് ആയിരുന്നു മലപ്പുറത്ത്. അപ്പോൾ ജനറൽ ഫിസിഷ്യനായിട്ട് MBBS വെച്ചുള്ള പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്ത് രാവും പകലും ഇല്ലാതെ പേഷ്യൻറ്റിനെ നോക്കി എനിക്ക് മതിയായി എന്ന് പറയുന്നതായിരിക്കും സത്യം. അന്നൊക്കെ മനസ്സിൽ പഠിക്കുന്ന കാലത്ത് മനസ്സിലാഗ്രഹം ഒരു ഗൈനക്കോളജിസ്റ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഈ 2 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തോടുകൂടി എനിക്ക് മതിയായി. ഉറക്കമില്ല എന്നുള്ളത്, എനിക്ക് ഉറക്കം കളയാൻ തീരെ പറ്റില്ല. രാത്രി ഉറക്കമില്ലാതിരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൈഗ്രെയിൻ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോൺ ക്ലിനിക്കൽ, അതായത് ക്ലിനിക്കൽ സബ്ജക്റ്റ് വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാട്ടമി എന്ന് പറയുന്ന വിഷയത്തിൽ ലെക്ചറായിട്ടുള്ള PSC ഇൻ്റർവ്യൂവിന് PSC നോട്ടിഫിക്കേഷൻ വന്നത്. ലെക്ചർ പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് ആക്ച്വലി അത് ഹൗസ് സർജൻസി പീരീഡ് കഴിയുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞിട്ട്, അച്ഛനാണത് പേപ്പറിൽ വായിച്ച്, എനിക്ക് പേപ്പർ വായിക്കുന്ന സ്വഭാവമൊന്നുമില്ല. അച്ഛനാണെങ്കിൽ രാവിലെ തൊട്ട് ഫുൾ വായിച്ച് കഴിഞ്ഞിട്ട് അടുത്ത കർമ്മങ്ങളിലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അനാട്ടമി ഫിസിയോളജി 2 സബ്ജക്റ്റിന് ഫസ്റ്റ് ഇയറിലെ 3 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റിലും ലെക്ചറുടെ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. 2 ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ അന്നൊക്കെ മനസ്സിൽ ഇതൊന്നും ഇല്ല. അച്ഛൻ പറഞ്ഞതനുസരിച്ച് അങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നീട് ഈ 2 കൊല്ലം കൊണ്ട് മടുത്ത് വന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നതും നമുക്കതിന് സെലക്ഷൻ കിട്ടുന്നത്. അനാട്ടമിയും കിട്ടി, ഫിസിയോളജിയും കിട്ടി അപ്പോയിൻമെൻറ്റ്. പക്ഷെ ഞാൻ അനാട്ടമിയാണ് പ്രിഫർ ചെയ്തത്. അനാട്ടമിക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ 28 വർഷം കഴിഞ്ഞു. 29ാമത്തെ വർഷമാണ് എൻ്റെ സർവീസിൽ. റിട്ടയർ ആയിട്ടില്ല. റിട്ടയർ കാലങ്ങളുണ്ട്. 62 ആണ് ഞങ്ങളുടെ റിട്ടയർമെന്റ് ഏജ്. 62 അറ്റ് പ്രസന്റ് 62. ഇനി അത് കൂട്ടില്ല, നമുക്കറിയില്ല. അതിന്റെ ഇടയ്ക്ക് PhD എടുത്തു, MS എടുക്കാൻ പോയത്, അനാട്ടമി MS എടുക്കാൻ പോയത് ലെക്ചർ ആയതിനു ശേഷമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MS അനാട്ടമി എടുത്തത്, PG എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2007-8 MPhil എടുത്തു, ക്ലിനിക്കൽ എപ്പിഡമിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ. പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് PhDയും കിട്ടി 2014. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഈ വർഷം മാർച്ച് ഏപ്രിൽ ആ സമയത്തൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു കോഴ്സും ചെയ്തു. അങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഡോക്ടർക്ക് അംഗീകാരങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു നമ്മുടെ KGMCT എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ട്. എല്ലാ വർഷവും ഒരു ബെസ്റ്റ് ഡോക്ടേഴ്സിന് മെഡിക്കൽ കോളേജിലെ ബെസ്റ്റ് ഡോക്ടേഴ്സിന് അവാർഡ് കൊടുക്കും. കഴിഞ്ഞ വർഷത്തെ പ്രീ ക്ലിനിക്കൽ വിഭാഗത്തിലെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനൊരു ഭാഗ്യം ഉണ്ടായി. അതിനെല്ലാവരോടും നന്ദിയുണ്ട്, കടപ്പാട്. അച്ഛനമ്മ തൊട്ട് നമ്മളെ പഠിപ്പിച്ചവരും എല്ലാവരോടും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അഭിമാനം. അഭിമാനം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഭഗവാൻ എനിക്കെന്നും തന്നിട്ടുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഡിസർവ് ചെയ്യണേക്കാട്ടും കൂടുതലാണ് എപ്പോഴും എനിക്ക് കൊണ്ടുവന്ന് തരണേ. എല്ലാം ഡിസർവ് ചെയ്തായിരിക്കാം ഒരു പക്ഷേ. ചിലപ്പോൾ ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ വേറെ പോസ്റ്റുകൾക്ക്, ഇപ്പോൾ ഡീൻ റിസർച്ചിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, സെനറ്റ് മെമ്പറായിട്ട് ഇലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ കിട്ടിയില്ല. അത് രണ്ടും അതെനിക്ക് ഡിസർവിങ് ആയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ എന്തായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഹിതകരമായത് മാത്രമല്ലേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. ആഗ്രഹിക്കുന്ന മുഴുവൻ കിട്ടിയാൽ ശരിയാവില്ല.
നമുക്ക് ഹിതകരമായിരിക്കണം. നമുക്ക് ഹിതകരമായിട്ടുള്ള മാത്രമേ ഭഗവാൻ നമുക്കുള്ളൂ. ഡോക്ടർക്ക് ഇതിന്റെ ഇടയിൽ സൈഡായിട്ട് വേറെ എന്തൊക്കെ ഹോബീസ്? ഇതേ പുറകിൽ എൻ്റെ ഗാർഡൻ കാണാം. ഈ ഒരു കുഞ്ഞൊരു ഫ്ലാറ്റിൽ ഇത്രയും നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം അതിപ്പോൾ കുറച്ച് വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ വാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ചെറിയ അതാണ്. വീടിൻ്റെ ഉള്ളിലും ചെടികളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കൃഷ്ണഭക്തിയാണ്. പിന്നെ ഇവിടെ ഫുൾ നോക്കി നിങ്ങൾക്ക് ഭഗവാന്മാരും ഭഗവതിമാരും കുറേ കാണാം. പിന്നെ എല്ലാവരും പറയണ പോലെ ഇവിടെയാണെങ്കിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ റൂമിലാണെങ്കിലും ഇവിടെ വന്നപ്പോഴും ആണെങ്കിലും പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അത് ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എസ്പെഷ്യലി എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അത് പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ടാവണം എന്നുള്ളത് എൻ്റെയും ഒരു ആഗ്രഹവും. ഞാനത് എപ്പോഴും നിലനിർത്താനും അത് സാർത്ഥകമാക്കാനും ശ്രമിക്കാറുണ്ട്. അത് ഇതുവരെ ഭഗവാൻ സഹായിച്ച് നടന്നിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ തുടരുമെന്നുള്ള വിഷയമാണ്. ആ ഒരു പോസിറ്റീവായി നമ്മുടെ അടുത്ത് വരുന്നവർ നമ്മുടെ അടുത്ത് പോകുമ്പോൾ സന്തോഷമായി സംതൃപ്തിയോടെ സമാധാനമായിട്ട് മനസ്സ് നിറഞ്ഞു പോകണം. അവരെ ഹേർട്ട് ചെയ്യാത്ത വിധത്തിലൊക്കെ എല്ലാം പെരുമാറും. ഹേർട്ട് ചെയ്യാത്ത വാക്കുകൾ ഉപയോഗിക്കും. ഫാമിലി മക്കള് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത മോൻ MBBS മധുര മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ തന്നെ അവൻ്റെ ക്ലാസ്മേറ്റായ മോളെ കല്യാണം കഴിച്ചു. 3 വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ മോൻ പുഷ്പഗിരിയിലാണ് BDS പഠിച്ചത്. അപ്പോൾ അവിടുത്തെ അവൻ്റെ ക്ലാസ്മേറ്റ് മോളെ തന്നെ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. മോനിപ്പോൾ MDS പഠിക്കണം അമൃത മെഡിക്കൽ കോളേജിൽ എൻഡോഡോണ്ടിക്സ്. അങ്ങനെ ഇപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്. എനിക്ക് പെൺകുട്ടികളുണ്ടാണ് ഭയങ്കര ആഗ്രഹം. ഇപ്പം എനിക്ക് 2 പെൺകുട്ടികളും കിട്ടി. അങ്ങനെ എനിക്കിപ്പോൾ 4 കുട്ടികളുണ്ട്. ഇതിന്റെ ഇടയിൽ കുറച്ച് എഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. എഴുത്ത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അത് വേറൊന്നുമല്ല, നോവലൊന്നുമല്ല, ഫിക്ഷനുമല്ല. അതെൻ്റെ ആത്മകഥയാണ്. അഗ്നിശലഭങ്ങൾ എന്നാണ് പേര്. ദൈവം സഹായിച്ച് DC ബുക്സ് പബ്ലിഷ് ചെയ്ത് തന്നു. ഇപ്പോൾ നവംബർ 19 ആയിരുന്നു 2021 പബ്ലിഷ് ചെയ്ത്. 3 വർഷമാവാണ്. ഇപ്പം ഇന്ന് നവംബർ 13. 3 വർഷമാവാണ്. 3 എഡിഷൻ കഴിഞ്ഞു. 4ാമത്തെ എഡിഷൻ ആവാറായെന്ന് തോന്നുന്നു. പോണുണ്ട് ബുക്ക്. കുഴപ്പമില്ല. അതങ്ങനെ നമ്മൾ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണില്ലേ. വായനക്കാരിൽ നിന്ന് വായനക്കാരിലേക്ക് മൗത്ത് ടു മൗത്ത് ഒരു അഡ്വർടൈസ്മെന്റ് പോലെയാണ് അത് പോകുന്നത്. അഗ്നിശലഭങ്ങൾ. ഡോക്ടർക്ക് ജനങ്ങളോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? ബോഡി ഡൊണേഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഈ ബോഡി ദാനം ചെയ്യണം, മരണശേഷം ദാനം ചെയ്യണം എന്ന് പറയുന്ന ആൾ നമ്മൾ ദാതാവ് എന്ന് പറയുന്നു. ശരീരദാതാവ്. ഈ ശരീരദാതാവ് ആദ്യം ചെയ്യേണ്ടത് 100 രൂപയുടെ ഒരു മുദ്രപത്രം വാങ്ങുക. ആളുടെ പേരിൽ ആരാണോ ദാതാവ് ആളുടെ പേരിൽ 100 രൂപയുടെ മുദ്രപത്രം വാങ്ങുക. ഈ മുദ്രപത്രത്തിൽ എഴുതേണ്ട മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മരണശേഷം ഞാൻ എൻ്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വിട്ടുകൊടുക്കാൻ സ്വമേധയാ സന്നദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് ആൾ അതിൻ്റെ താഴെ ഒപ്പിടുക. ആളുടെ ഫുൾ അഡ്രസ്സ് എഴുതുക, മൊബൈൽ നമ്പർ വയ്ക്കുക. അതിൻ്റെ താഴെ സ്ഥലം ഉണ്ടെങ്കിൽ ആ ബോണ്ട് പേപ്പറിൽ തന്നെ, ഇല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഷീറ്റ് വെച്ചിട്ട് ആളുടെ ഫാമിലി മെമ്പേഴ്സ്, അവകാശികൾ, ആളുടെ ലീഗൽ ഹയേഴ്സ്. അവകാശികൾ എന്ന് പറഞ്ഞാൽ ഈ ബോഡിക്ക് ആരൊക്കെ അവകാശികളുണ്ടോ അവരെല്ലാവരും. ഇപ്പം ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യ, മക്കൾ, അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരും. ഭാര്യ ആണെങ്കിൽ ഭർത്താവ്, മക്കൾ, അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ. അത്രയും പേരാണ് അവകാശികൾ, ബോഡിയുടെ അവകാശികൾ എന്ന് പറയുന്നത്. അവരെല്ലാവരും ഓരോരുത്തരും എൻ്റെ ഭർത്താവിൻ്റെ കൊടുക്കാൻ സമ്മതമാണ്, എൻ്റെ ഭാര്യയുടെ കൊടുക്കാൻ സമ്മതമാണ്, എൻ്റെ അച്ഛൻ്റെ കൊടുക്കാൻ സമ്മതമാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കൊടുക്കാൻ സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഒപ്പിടുക. ഇവരെല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞ്, ഈ അവകാശികളെല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞാൽ സാക്ഷികൾ, 2 സാക്ഷികൾ ഒപ്പിടണം. ഈ 2 സാക്ഷികൾ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഇവരുടെ നൈബേഴ്സ് അയൽവക്കക്കാരാവാം, ഇല്ലെങ്കിൽ കൊളീഗ്സ് ആവാം, സഹപ്രവർത്തകരാവാം. അങ്ങനെ ആരായാലും കുഴപ്പമില്ല. 2 പേര് സാക്ഷി. ഈ ഒപ്പിട്ട് എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പി വയ്ക്കണം. ദാതാവ്, എല്ലാ അവകാശികളും, 2 സാക്ഷികൾ. ഇത്രയും പേര് ആരൊക്കെയാണോ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ടത് അവരുടെ എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പി വയ്ക്കുക, ഫോട്ടോസ്റ്റാറ്റ്. പിന്നെ ഈ ദാതാവിൻ്റെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയാണ് ഒരു ബോഡി രജിസ്ട്രേഷന് വേണ്ടത്. ഇത്രയും സംഭവങ്ങൾ ഒന്നില്ലെങ്കിൽ നേരിട്ട് എല്ലാം കൂടി കൊണ്ടുവന്ന് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് എന്നെ കണ്ട് HOD ഓർ പ്രൊഫസർ, അല്ലെങ്കിൽ അവിടെ ഇൻചാർജ് ആരാണുള്ളത് എൻ്റെ ആബ്സെൻസിൽ അവരെ കണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ബോഡി രജിസ്റ്റർ ചെയ്ത് ബോഡി ഡൊണേഷൻ ID കാർഡ് കൊടുക്കും. ഒരു ID, നമുക്കിപ്പോൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് എന്നൊക്കെ പറയുന്നത് പോലെ
ബോഡി ഡോണർ ID കാർഡുണ്ട്. ഈ ID കാർഡ് നമ്മൾ ഈ ബോഡി ഡോണർ രജിസ്റ്ററിൽ എൻട്രി, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വരേക്ക് 2719 പേരാണ് ബോഡി ഡൊണേഴ്സായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നാണ് വരുന്നതെങ്കിൽ 2720 ആളായിട്ട് ബോഡി ഡൊണേഷൻ കാർഡ് കൊടുക്കും. ഈ കാർഡിൽ ഈ ദാതാവിൻ്റെ നമ്പറൊക്കെ ഉണ്ടാവും, യുണീക്ക് നമ്പർ ഉണ്ടാവും, ID നമ്പർ ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, ആധാർ നമ്പർ ഉണ്ടാവും, ഫുൾ അഡ്രസ്സ് ഉണ്ടാവും. ഈ കാർഡ് എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിച്ച് നടക്കുക. നമ്മൾ ബാക്കിയുള്ള ATM കാർഡൊക്കെ സൂക്ഷിക്കുന്ന പോലെ എപ്പോഴും പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിച്ച് നടക്കുക. എപ്പോഴാണ് എവിടെ വെച്ചാൽ മരിക്കാന്ന് അറിയില്ലല്ലോ. മരിക്കുമ്പോൾ അപ്പോൾ ആരാണോ കാണുന്നത് അവർക്ക് ഈ ബോഡി ഡോണർ ID കാർഡ് കിട്ടും. അപ്പോൾ അവർക്ക് മനസ്സിലാവും മരണശേഷം ഈ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത ബോഡിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ ഇവിടെ എത്തിക്കും. പിന്നെ വീട്ടുകാർക്കൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. നമുക്ക് ഈ കാർഡ് നമ്മളിപ്പോൾ ഇന്നൊരു കാർഡ് ഇഷ്യൂ ചെയ്താൽ അവർ നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും ഈ വിറ്റ്നസിനെയും അവരുടെ ഫാമിലി ഗ്രൂപ്പിലുള്ളവരെ, ഫ്രണ്ട്സിനെയും ഓഫീസിലുള്ളവരെയൊക്കെ അറിയിക്കുന്നു, ഞാനിങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് ബോഡി ഡൊണേറ്റ് ചെയ്യാനുള്ള പ്രൊസീഡിങ്സ് ചെയ്യും, ഇതാണ് ID കാർഡ്. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവനവൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അത് സർക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർ അവെയറാവും, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ അതിനെക്കുറിച്ച് അവെയറാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് വീട്ടിൽ ലാമിനേറ്റ് ചെയ്ത് വെക്കാം, വരുന്നവർക്ക് കാണാനോ ബാക്കിയുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അവിടെ വയ്ക്കാം. അപ്പോൾ നാച്ചുറലി ഈ ഡോണർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവന്ന് തരും. അത് ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം മരിച്ച ആൾക്ക് എണീറ്റെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ബോഡി ഡൊണേഷൻ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ ബോഡി അവിടെ എത്തിക്കൂ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ആളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവർ ബോഡി കൊണ്ടുവന്ന് തരും. ഇത് എന്ന് പറയുന്നത് ബോഡി ഡൊണേഷൻ രജിസ്റ്റർ ചെയ്തവരുടെ കാര്യമാണ്. ഈ രണ്ടാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ ബോഡി ഡൊണേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർ, ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതായത് ഇവിടെ നേരിട്ട് വന്നാൽ മാത്രമേ ബോഡി ഡൊണേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നില്ല കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടി പോസ്റ്റലി അയച്ചു തന്നാലും മതി, ബൈ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തന്നാലും മതി. എൻ്റെ അഡ്രസ്സിൽ HOD അനാട്ടമി എന്നുള്ള അഡ്രസ്സിൽ അയച്ചു തന്നാലും മതി. നമ്മളിത് രജിസ്റ്റർ ചെയ്തിട്ട് കാർഡ് ഇവർക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എവിടെയാണോ വീട് അവിടെ നിന്ന് ഇതൊക്കെ പോസ്റ്റലി അയച്ചു തന്നാൽ നമ്മൾ തിരിച്ച് രജിസ്റ്റർ ചെയ്ത് കാർഡ് വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുണ്ട് ഈ പ്രൊസീഡിങ്സ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ വന്ന് കാണാനുള്ള ബുദ്ധിമുട്ട്, പോസ്റ്റലി അയക്കാനുള്ള ബുദ്ധിമുട്ട്, അതിന് ചെയ്തു കൊടുക്കാൻ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് അവരുടെ റിലേറ്റീവ്സിനോടോ നെയ്ബേഴ്സിനോടോ അവരെ നോക്കുന്നവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ബോഡി മരണശേഷം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതായത് അവരുടെ ലാസ്റ്റ് വിഷ് അതാണ്. പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്കുള്ളൊരു സൗകര്യം കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വിഷ് അല്ലെങ്കിൽ ഇവരുടെ വിഷ് ബോഡി കൊടുക്കുക എന്നുള്ളതാണ്. ആൾ മരിച്ചു, അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ ആഗ്രഹം അറിയിച്ചവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെയോ നമ്മുടെ അതർ സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ നെറ്റിലുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിനൊരു വിഷ് ഉണ്ടായിരുന്നു, ആളുടെ ആഗ്രഹമായിരുന്നു, എങ്ങനെയാണ് നമുക്കിനി ബോഡി അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറയുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. മുദ്ര പേപ്പറിൻ്റെ ആവശ്യമില്ല, കാരണം ആൾ ജീവിച്ചിരിപ്പില്ല, ആൾ മരിച്ചുപോയി. അപ്പോൾ മുദ്ര പേപ്പർ വേണ്ട, പകരം ഒരു വൈറ്റ് പേപ്പറിൽ, വെള്ള പേപ്പറിൽ ആളുടെ അവകാശം, ഒന്നില്ലെങ്കിൽ ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് എഴുതുക, ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യ എഴുതുക, ഇല്ലെങ്കിൽ മക്കളാണെങ്കിൽ മക്കൾ എഴുതുക. അപ്പോൾ എഴുതുക ഫ്രം അഡ്രസ്സ്, അവരുടെ ഫ്രം അഡ്രസ്സ് വയ്ക്കുക, ടു HOD പ്രൊഫസർ ആൻഡ് HOD അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതിയിട്ട് എഴുതുക, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ ആരാണോ മരിച്ചത് ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിച്ചുപോയി, അദ്ദേഹത്തിന് ബോഡി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് ബോഡി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതുക, ഒരു വൈറ്റ് പേപ്പറിൽ റിക്വസ്റ്റ് ചെയ്ത്. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ പോലെയുള്ള അവകാശികൾ എല്ലാവരും ഒപ്പിടണം. നമ്മൾ മുദ്രപത്രം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റ് പേപ്പറിൽ നമ്മൾ ഈ പ്രൊസീഡിങ്സ് എല്ലാം ചെയ്യണം. മരിച്ച ആൾക്ക് ഒപ്പിടാൻ പറ്റില്ല, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ബാക്കി എല്ലാവരും ഒപ്പിടണം. എല്ലാ അവകാശികളും ഒപ്പിടണം. 2 വിറ്റ്നസ്, 2 സാക്ഷികൾ ഒപ്പിടണം. എന്നിട്ട് ഈ ഒപ്പിട്ട് എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പി വയ്ക്കണം. ആരൊക്കെയാണോ അവകാശികൾ, ആരൊക്കെയാണോ സാക്ഷികളായി ഒപ്പിട്ടത് ഇവരുടെയൊക്കെ ആധാർ കാർഡിൻ്റെ കോപ്പി വയ്ക്കണം. പിന്നെ ഒരു ഫോട്ടോ, 2 ഫോട്ടോ നേരത്തെ ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ബോഡി ഡോണർ ID കാർഡിൽ ഇഷ്യൂ ചെയ്യാനായി കൊടുക്കാനായി ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ID കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ബോഡി നേരെ വരികയാണല്ലോ. അപ്പോൾ നമ്മൾ ബോഡി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാക്ഷ്യപത്രം, ഒരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ്, ഒരു റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് ഈ ഒരു ഫോട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അവരതും കൊണ്ടുവരണം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം, ഡെത്ത് സർട്ടിഫിക്കറ്റ്.
ആളെങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയണം. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് കൊണ്ട് മരിച്ച ബോഡികൾ നമ്മൾ എടുക്കില്ല. അതായത് പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് എടുക്കില്ല. അതുപോലെ സൂയിസൈഡ് ചെയ്ത ബോഡി നമുക്ക് എടുക്കാൻ പറ്റില്ല. ആക്സിഡൻറ്റ് കേസ് എടുക്കാൻ പറ്റില്ല. കാരണം സൂയിസൈഡ് ചെയ്ത കേസുകളും ആക്സിഡൻറ്റ് കേസുകളും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ബോഡികളാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ബോഡി ഓപ്പൺ ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. ഓൾറെഡി ഓപ്പൺ ചെയ്ത ബോഡി ഇൻടാക്റ്റ് ബോഡി അല്ലാത്തത് കൊണ്ട് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. ഇങ്ങനെ 2 തരത്തിലാണ് ബോഡി നമുക്ക് മെഡിക്കൽ കോളേജിൽ ദാനം ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട്, 2 ഓൾറെഡി രജിസ്റ്റർ ചെയ്തതല്ല ബട്ട് ലാസ്റ്റ് വിഷ് ആണെങ്കിൽ ഇതേ പ്രൊസീഡിങ്സ് തന്നെ ചെയ്യുക, മുദ്ര പേപ്പർ വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ 2 പ്രൊസീജിയർ ചെയ്യേണ്ടത് ദാനം ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം, ബോഡി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എല്ലാവിധ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയുമാണ് സ്വീകരിക്കുന്നത്. HODയും ബാക്കി ഡോക്ടേഴ്സും എല്ലാവരും കൂടി പോയി നിന്ന് ആദരപൂർവ്വം അവരിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങി ബോഡിയെല്ലാം വാങ്ങി സ്വീകരിച്ച് അവരെ സമാധാനപരമായി വേണ്ട വിധത്തിൽ നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഒരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം കൊടുക്കും. ആ സാക്ഷ്യപത്രത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന ദിവസം ഇന്ന സമയം ഇദ്ദേഹം മരണപ്പെട്ടു, ആളുടെ അഡ്രസ്സ് എഴുതിയിട്ട് അത് നന്ദിപൂർവ്വം നമ്മളതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ്, അതിലൊരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് മീൻസ് ഒരു വലിയൊരു സർട്ടിഫിക്കറ്റാണ് നമ്മളുടെ. ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ലാമിനേറ്റ് ചെയ്ത് അവർക്ക് ഡിസ്പ്ലേ ചെയ്യാം, വോളിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വീട്ടിൽ വരുന്നവർക്കൊക്കെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ബോഡി, ഇവരുടെ ബോഡി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ദാനം ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് എന്ന് പിന്നീടുള്ള തലമുറകൾക്ക് കാണാനും മനസ്സിലാക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും അവിടെ വരുന്ന നാട്ടുകാർക്കും കൂടെ ഒരു അവയർനെസ് ഉണ്ടാക്കാനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഈ സംഭവമൊക്കെ ഫോട്ടോ എടുത്തവർ ഗ്രൂപ്പുകളിലും ഒക്കെ മീഡിയയിലൊക്കെ കൊടുക്കും. അപ്പോൾ അതും ഒരു ബോഡി ഡോണർ അവയർനെസ്സിന് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി ബോഡി ഡൊണേഷൻ അവയർനെസ് കൊടുക്കണമെന്ന് നമുക്ക് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ശശികല ചോദിച്ചപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചത്. കാരണം ബോഡി ഡൊണേഷൻ അവയർനെസ് നല്ല രീതിയിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരു സൂം മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഇത് പ്രകാരം ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് സംസാരിച്ചു, സാർ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ബോഡി ഡൊണേഷൻ അവയർനെസ്സിനെ കുറിച്ച്, ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. സാർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ അവയർനെസ് കൊടുക്കാൻ വേണ്ടി പല ക്ലബ്ബുകൾ, പല സംഘടനകൾ ഒക്കെ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അവർ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ എവിടെയാണോ യോഗം നടക്കുന്നത്, പാലക്കാട് എത്ര ദൂരം വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഈ സംഭവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ഉത്തരങ്ങൾ കൊടുത്ത് സംശയങ്ങൾ ദൂരീകരിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ട്. കാരണം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്, സന്തോഷപൂർവ്വവുമാണ്, സ്നേഹത്തോടെയും നന്ദിയോടെയുമാണ് ഞാനത് ചെയ്യുന്നത്. കാരണം അവർ ചെയ്യുന്ന ഒരു സത്കർമ്മം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിലമതിക്കാനാവാത്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്, അവരുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്നത്. ഭാവി തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി, നമ്മുടെ റിസർച്ചിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ ബോഡി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉപയോഗങ്ങളാണ് ഒരാളുടെ ശരീരം ദാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രമാത്രം വാല്യൂ നമ്മളതിന് കൊടുക്കുന്നുണ്ട്, അത്രമാത്രം റെസ്പെക്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കാൻ വരുമ്പോൾ, ഈ ഫസ്റ്റ് ഇയർ കുട്ടികൾ ഡിസെക്ഷൻ ഹാളിലേക്ക് ഡെഡ് ബോഡി പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവർക്ക് ഒരു കഡാവറിക് ഓത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ കഡാവറിനെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെ കഡാവറിനെ ഡീൽ ചെയ്യണം. ഇവർ ഒരു കാലത്ത് നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരായിരുന്നു, ആരുടെയൊക്കെ അച്ഛനായിരുന്നു, ആരുടെയൊക്കെ അമ്മയായിരുന്നു, ആരുടെയൊക്കെ മക്കളായിരുന്നു. അവരെ അതുപോലെ തന്നെ ഡീൽ ചെയ്യണം. അല്ലാതെ ഒരു ലാബിലെ ഒരു ഉപകരണമായി ഒരിക്കലും കാണരുത്. അവർ ചെയ്ത സർവീസിനെ എന്നും ഓരോ നിമിഷവും മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടേ ആ ഡിസെക്ഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഓത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ കുട്ടികളെ അതുപോലെ തന്നെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് വിടുന്നത്. അപ്പോൾ അവർ ബോഡി ടച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അത്രയും ബഹുമാനപൂർവ്വമാണ് അവർ അത് ചെയ്യാനായിട്ട് നമ്മൾ വേണ്ട ഡയറക്ഷൻസും ഗൈഡൻസും കൊടുക്കുന്നത്. അതെന്നും അതുപോലെ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യും. ബോഡി ഡൊണേഷനെ കുറിച്ച് ജനങ്ങളിലേക്ക് ഒരു അവബോധം എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഇത്രയും നേരം സംസാരിച്ച ഡോക്ടർ സതീദേവിക്ക് ഒരുപാട് നന്ദി, സ്നേഹം കടക്കുന്നു. എന്നെ ഈ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ച് ഇങ്ങനെ ഒരു നല്ല കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതിന് നന്ദി, നമസ്കാരം.